നിങ്ങളുടെ മാർക്കറ്റിംഗ് ഫണ്ട് ഫുള്ള് ബേൺ ഔട്ട് ചെയ്ത് തീർന്നു എന്നിട്ട് ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല എന്ന് ഈ വീഡിയോ കാണാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത്, നമ്മളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ 4 ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, അതായത് എന്താ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ്, ഫൈനാൻസ്, ഈ 4 സെക്ടേഴ്സിലേക്ക് നമ്മളുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടാസ്കുകളും, ഏറ്റവും ചെറിയ ടാസ്ക് തൊട്ട് ഏറ്റവും വലിയ ടാസ്ക് വരെ, ആ ടാസ്കിൻ്റെ പേർപ്പസും ഗോള് മാത്രമല്ല പേർപ്പസും ഗോളും രണ്ടും വെച്ച് എഴുതിയിടുക. എന്നിട്ട് ഇതിനെ ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യണം, റീഅസൈൻ ചെയ്യുക, റീവെരിഫൈ ചെയ്യുക, അതിനുശേഷം ലോജിക്കലായിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, ഈ ലോജിക്കലായിട്ട് റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇമെയിൽ ലിസ്റ്റിലേക്ക് ആൾക്കാരെ സൈനപ്പ് ചെയ്യിപ്പിക്കുന്നത്. ഇമെയിൽ ലിസ്റ്റിൽ നിന്നും ഇമെയിൽ അയച്ചിട്ടാണ് നമുക്ക് സെയിൽസ് നടക്കുന്നത്, അല്ലേ? എന്ന് കരുതിയിട്ട് കണ്ടൻറ്റും പിന്നെ നമ്മുടെ ഇമെയിൽ ലിസ്റ്റും ഒന്നും സെയിൽസിൽ പെടില്ല, അത് മാർക്കറ്റിങ്ങിലേ പെടുള്ളൂ. നിങ്ങൾ ലോജിക്കലി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിംഗ് എന്താ, ലീഡ്സിനെ ജനറേറ്റ് ചെയ്യാനുള്ള സെക്ടറാണ്. സെയിൽസ് എന്താണ്, ലീഡ്സിനെ കൺവേർട്ട് ചെയ്യാനുള്ള സെക്ടറാണ്. ഫൈനാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ബഡ്ജറ്റിംഗ്, ഡെയിലി ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, ഇൻവോയ്സിങ്, പ്രോഫിറ്റബിലിറ്റി, അതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെയുള്ള ഓപ്പറേഷൻസ് എന്താ, നമുക്ക് ഈ വന്ന നമ്മുടെ സർവീസിനെ ഡെലിവറി ചെയ്യാനും അതിൻ്റെ ബാക്കിയുള്ള കസ്റ്റമർ സർവീസും കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ളതാണ് ഓപ്പറേഷൻസ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളുടെ ടാസ്കുകളെ 4 സെക്ടറിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യാൻ.